ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഭാര്യയെയോ അന്യ സ്ത്രീകളെയോ ഒക്കെ തൊട്ടാല് വുളൂ മുറിയലുമായി ബന്ധപ്പെട്ട് ഒരു മൗലവി പ്രസംഗിക്കുന്നത് നിങ്ങൾ ആദ്യം കേൾക്കുക. ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ ഭർത്താവിന്റെ വുളൂ മുറിയും. രണ്ടും അന്യരാണ്. ആരാണ് ഇത് പഠിപ്പിച്ചത്? ഭാര്യയെ തൊട്ടാൽ അല്ലെങ്കിൽ അന്യ സ്ത്രീകളെ തൊട്ടാൽ, ഭാര്യ അന്യ സ്ത്രീയാണല്ലോ, നമ്മളെ മഹറമൊന്നല്ല. അപ്പൊ അവരെ തൊട്ടാൽ വുളൂ മുറിയും എന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാര്, ലോക പണ്ഡിതന്മാര് മുഴുവനും പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചൊരു മൗലവിയുടെ പ്രസംഗം നിങ്ങൾ കേൾക്കുക. അതിനുശേഷം നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറുപടി പറയാം. ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ ഭർത്താവിന്റെ വുളൂ മുറിയും. രണ്ടും അന്യരാണ്. ആരാണ് ഇത് പഠിപ്പിച്ചത്? ആരാണിത് പഠിപ്പിച്ചത് എന്നാണ് ഈ മൗലവി ചോദിക്കുന്നത്. നമുക്ക് പറയാനുള്ളത്, മുസ്ലിം ലോകം എന്ന് പറയുന്നത് ഈ മൗലവിയല്ല, മറിച്ച് കഴിഞ്ഞ കാലത്ത് കോടിക്കണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പണ്ഡിതന്മാര് ഇവിടെ വന്നുപോയിട്ടുണ്ട്. അവരൊക്കെ ഇസ്ലാം ഫോളോ ചെയ്ത് പോയവരാണ്. ഇസ്ലാം ഇവിടെ പഠിപ്പിച്ച മഹത്തുക്കളാണ്. ആ മഹത്തുക്കളിൽപ്പെട്ട മഹാനായ അഇമ്മത്തുകൾ മുഴുവനും, ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാര് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഭാര്യയാവട്ടെ അന്യ സ്ത്രീയെ തൊട്ടാൽ അത് ഭാര്യയായാലും അല്ലാത്തവരായാലും വുളൂ മുറിയുമെന്ന്. ആരാണ് പഠിപ്പിച്ചത് എന്നല്ലേ, പഠിപ്പിക്കേണ്ട മുജ്തഹിദുകളായ ഇമാം ഷാഫി റളിയല്ലാഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് നമ്മുടെ മറുപടി. ഇനി അതിന് തെളിവ് കൂടി ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹുൽ മുഹദ്ദബ്, അത് മുഹദ്ദബിന്റെ വിശദീകരണമാണ്. മുഹദ്ദബ് എഴുതിയത് ഇമാം ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇമാം ശറഹുൽ മുഹദ്ദബിലും അതിന്റെ മത്തനായ മുഹദ്ദബിൽ ഇമാം ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുന്നു, ഖാലൽ മുസന്നിഫു, ഗ്രന്ഥകർത്താവ് പറയുന്നു, വഅമ്മാ ലംസുൻ നിസാഇ ഫഇന്നഹു യൻഖുലുൽ വുളൂഅ. ആരാണ് പഠിപ്പിച്ചത് എന്നല്ലേ ചോദിച്ചത്. സ്ത്രീകളെ തൊടൽ വുളൂ മുറിക്കുന്നതാണ്. അന്യ സ്ത്രീകളെ തൊടൽ വുളൂ മുറിക്കും. വഹുവ യൽമസു റജുലു ബസറത്തൽ മർഅ അവിൽ മർഅത്തു ബസറത്തർ റജുൽ. സ്ത്രീ പുരുഷന്റെ തൊലി തൊട്ടാലും പുരുഷൻ സ്ത്രീയുടെ തൊലി തൊട്ടാലും വുളൂ മുറിക്കും. ബിലാ ഹാഇലിൻ ബൈനഹുമാ, രണ്ടാളും തമ്മിൽ മറയില്ലാതെ എന്ന് പറഞ്ഞിട്ട് ലിഖൗലിഹി തആല, അതിന്റെ തെളിവെന്താണ്? വിശുദ്ധ ഖുർആനാണ്. ഔ ലാമസ്തുമൻ നിസാഅ, നിങ്ങൾ സ്ത്രീകളെ തൊട്ടാൽ എന്ന് ഖുർആനാണ് പറഞ്ഞത്. ഈ ആയത്താണ് അതിന്റെ തെളിവ് എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് ഇമാം ഷിറാസിയിൽ നിന്നും, ഷിറാസിയുടെ മുഹദ്ദബിൽ നിന്നും. എന്നിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുന്നു, ഫറഉം ഫീ മദാഹിബിൽ ഉലമാഇ ഫിൽ ലംസ്, പണ്ഡിതന്മാരുടെ മദ്ഹബുകൾ ബയാൻ ചെയ്യുന്നു, വിവരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ വിശദീകരിച്ചു പറയുന്നു, ബിഹാദാ ഖാൽ ഉമർ ഇബ്നുൽ ഖത്താബ്. സ്ത്രീകളെ തൊട്ടാൽ ആരാ പഠിപ്പിച്ചത് എന്നല്ല മൗലവി പറയുന്നത്, ഇസ്ലാം അല്ല അല്ലെ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇസ്ലാം പറഞ്ഞതല്ല. അതുപോലെ ഇമാം ഷാഫി ഇസ്ലാമിന് വിരുദ്ധം പറഞ്ഞതാണ് ഖുർആന്റെ അടിസ്ഥാനത്തിൽ. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങളും റഹിമഹുല്ല പറയുന്ന നബി ഇമാം ഇസ്ലാം അല്ല പഠിപ്പിക്കുന്നത്. അവർ പറയുന്നു ഖാല ഉമർ ഇബ്നുൽ ഖത്താബ്. ഇതേ അഭിപ്രായം തന്നെയാണ് സ്ത്രീകളെ തൊട്ടാൽ വുളൂ മുറിയുമെന്ന ഈ അഭിപ്രായം തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനുള്ളത്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് അവർക്കുള്ളത്, അബ്ദുല്ലാഹിബ്നു ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനുള്ളത്, സയ്യിദ് ഇബ്നു അസ്ലമ അവർക്കുള്ളത്, മക്ഹൂലിനുള്ളത് റളിയല്ലാഹു അൻഹു, വശഅബി വന്നഖായി വഅതാ ഇബ്നു സായിബ്. മൗലവി ചോദിച്ചാൽ ആരാ പഠിപ്പിച്ചതെന്ന്. والزهري يحيى بن سعيد الأنصاري وربيعة وسعيد بن عبد العزيز. ഇങ്ങനെ ധാരാളം സ്വഹാബികളും താബികളും തബൂതാബികളുമായ പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഹ്തജ്ജ അസ്ഹാബുനാ ബിഖൗലിഹി തആല ലാമസ്തുമുൻ നിസാഅ, സ്ത്രീകളെ തൊട്ടാൽ എന്ന ആ ലാമസ്തുമുൻ നിസാ എന്ന ഖുർആനിന്റെ വചനമാണ് അതിന്റെ തെളിവ്. വല്ലംസു യുത്ലഖു അലൽ ജിസ്ബിൽ യദ്, ലംസ് എന്ന് പറയുന്നത് കൈകൊണ്ട് തൊടുന്നതിനെ പറ്റും ലംസ് എന്ന് പറയും.
ഖാല തആല ഫലമസൂഹു ബിഐദീഹിം, കൈകൊണ്ട് തൊട്ടു എന്ന് അവിടെ പറഞ്ഞപ്പോൾ ലമസ എന്ന പദമാണ് ഉപയോഗിച്ചത്. അതുപോലെ നബി തങ്ങൾ ഒരിക്കൽ മാഇസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഔ ലമസ്ത, നീ തൊട്ടതായിരിക്കുമല്ലേ. അതുപോലെ വേറെയും തെളിവ് പറയുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഖാല അഹ്ലുൽ ലുഗ, ഭാഷക്കാർ പറയുന്നത് അല്ലംസു യകൂനു ബിൽയദി, ലംസ് എന്ന പദം കൈകൊണ്ടും മറ്റുമൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ ജിമാഅ് ചെയ്താലും ലംസ് എന്ന് പറയാം. ഏതായിരിക്കട്ടെ, അതുകൊണ്ട് ലംസ് എന്ന പദം നിരുപാധികമായിട്ട് അതിന്റെ ഹഖീഖിയായ അർത്ഥം, യാഥാർത്ഥ നേരെ അർത്ഥം തൊട്ടു എന്നാണ്. അതുകൊണ്ട് തന്നെ തൊട്ടാലും വുളു മുറിയുന്നതാണ് എന്ന് ഇതിൽ നിന്ന് വരുന്നതാണ്. എന്ന് മാത്രമല്ല, ഒരു ഖിറാഅത്തിലോ ലമസ്തുമുൻ നിസാ എന്ന് തന്നെയുണ്ട്. നിങ്ങൾ തൊട്ടാൽ എന്ന അർത്ഥത്തിനുള്ള ആ വാചകം കൃത്യമായിട്ട് ഒന്നുകൂടി ലമസ എന്ന പദം തന്നെയുണ്ട്, ലാമസ എന്ന പദവും ഉണ്ട്. ലാമസ ജിമാഇന് മജാസായിട്ട് ആലങ്കാരികമായിട്ട് ഉപയോഗിക്കലുണ്ടെങ്കിലും ഇവിടെ നേരെ അർത്ഥം തന്നെ പറയാൻ പറ്റുമെങ്കിൽ അത് തന്നെ പറയണമെന്ന അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ വുളു മുറിയുമെന്ന് പറഞ്ഞത്. അത് ആരാ പറഞ്ഞത് എന്നല്ലേ ചോദിച്ചത്. ലോക പണ്ഡിതന്മാർ മേൽ പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു അടക്കം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കം, സഹാബത്ത് അടക്കമുള്ള അഇമ്മത്തിന്റെ അഭിപ്രായമാണ് എന്ന് മൗലവിയെ ഓർമ്മപ്പെടുത്തുന്നത്. ഇസ്ലാം അല്ല അല്ലേ, ഇവരൊക്കെ ഇസ്ലാം അല്ലാത്തത് പറഞ്ഞതാ. ഇനി മൗലവിന്റെ ചോദ്യം കേട്ടോളൂ. ഭാര്യയുടെ വുളു മുറിയും, ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ ഭർത്താവിന്റെ വുളു മുറിയും, രണ്ടും അന്യരാണ്. ആരാണ് ഇത് പഠിപ്പിച്ചത്? അന്യരാണെന്ന് ആരാ പഠിപ്പിച്ചത്? പിന്നെ സ്വന്തം മെഹറം, അത് അന്യരാണ്, അത് ആരാ പഠിപ്പിച്ചത്? പിന്നെ അത് സ്വന്തം മെഹറമാണോ? മെഹറമിനെ കെട്ടാൻ പറ്റുമോ? മെഹറമിനെയാണ് ഈ മൗലവിമാരൊക്കെ കെട്ടുന്നത്, സ്വന്തം മെഹറമിനെയാണ് കെട്ടുന്നത്. തറവാട്ടിലൊക്കെ ഉള്ള മെഹറമിനെ കെട്ടല, അന്യ പെണ്ണിനെ തന്നെയല്ലേ കെട്ടല്. നോക്കൂ, സ്വഹാബാക്കളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് അവരുടെ ഭാര്യമാരാണ്. സഹാബത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നവരുടെ ഭാര്യമാരാണ്. അതുകൊണ്ട് ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ വുളു നഷ്ടപ്പെടുമെന്നാണ് എങ്കിൽ എങ്ങനെയാണ് ആ മയ്യത്ത് കുളി ശരിയാവുക? അപ്പൊ മയ്യത്ത് കുളി അങ്ങനെ സഹിയാകും. മയ്യത്ത് കുളിപ്പിക്കലുണ്ട്. മയ്യത്ത് കുളിപ്പിക്കല് ഭാര്യമാർക്ക് കുളിപ്പിക്കാം, പുരുഷന്മാര് ആണ് ഏറ്റവും ഉത്തമം പുരുഷനെ കുളിപ്പിക്കാൻ. അപ്പൊ അവിടെ വുളു മുറിയില്ല മയ്യത്തിൻ്റെന്ന്. മരിച്ച മയ്യത്തിന് തക്ലീഫില്ല, അവൻ മുക്കല്ലഫല്ല, അവൻക്ക് കീർത്തനങ്ങളില്ല. മുക്കല്ലഫിന്റെ വുളുവേ മുറിയുള്ളൂ. അപ്പോൾ മയ്യത്തിന്റെ വുളുവേ അതിൽ നിന്നും ഒഴിവാണ്. കാരണം അള്ളാന്റെ കൽപ്പനകളൊക്കെ മുക്കല്ലഫീങ്ങളോടാണ്, മരിച്ചതിന് ശേഷമുള്ളവരോടല്ലല്ലോ നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നുള്ള കൽപ്പന. അതുകൊണ്ട് തന്നെ മയ്യത്തിന്റെ വുളു മുറിയില്ല എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സർവ്വ പണ്ഡിതന്മാരും ശർഅമത അടക്കമുള്ള സർവ്വ കിതാബിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മൗലവിയുടെ ആ ചോദ്യം ബാലിശമാണ്. മയ്യത്തിന്റെ വുളു മുറിയോ ഇല്ലേ എന്ന ചർച്ച, ഇവിടെ ജീവിച്ചിരിക്കുന്നവന്റെ വുളു മുറിയോ ഇല്ലേ എന്നതാണ് ചർച്ച. അത് കൃത്യമായി തെളിയിച്ചു. മൗലവിക്ക് മയ്യത്തിന്റെ വുളു മുറിയോ ഇല്ലേ എന്ന വിഷയം പോലും കൃത്യമായിട്ട് മദ്ഹബിൽ എന്താണെന്ന് പോലും അറിയില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങോട്ട് ഒച്ചുണ്ടാക്കി പ്രസംഗിക്കഴിഞ്ഞ താടിയൊക്കെ വെച്ച് കണ്ട് ആൾക്കാരെ പറ്റിക്കാനേ. മക്കളില്ലാത്ത എത്രയോ വയോധികരായ ദമ്പതികളില്ലേ, ഭർത്താക്കന്മാരായിരിക്കും, അവര് രോഗികളായി പല വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ ഉണ്ടാകും. അവരുടെ ഭാര്യമാരാണ് അവർക്ക് വുളു ചെയ്തു കൊടുക്കുന്നത്. ഭർത്താക്കന്മാർക്ക് രോഗമുണ്ടായാൽ ഭാര്യമാർ വുളു ചെയ്തു കൊടുക്കുമ്പോൾ വുളു മുറിയോ എന്നാണ് അടുത്ത ചോദ്യം. നല്ല ചോദ്യമാണ്, മൗലവിക്ക് വിവരമില്ലാത്തത് കൊണ്ടുള്ള ചോദ്യമാണ്. അവ നമുക്ക് പറഞ്ഞു കൊടുക്കാം. യഥാർത്ഥത്തിൽ ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് വുളു ചെയ്തു കൊടുക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ വുളു ചെയ്തു കൊടുക്കേണ്ടി വന്നാൽ അതിന് തൊലി തമ്മിൽ തൊടണം എന്നൊന്നുമില്ല. വുളു ചെയ്യണമെങ്കിൽ കയ്യിൽ ഉറട്ടിട്ടോ മറ്റൊക്കെ വുളു മുറിയാതെയും വുളു ചെയ്തു കൊടുക്കാനുള്ള വകുപ്പുകളുണ്ട്. ആ വകുപ്പുകൾ ഉപയോഗിക്കേണ്ടതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മൗലവിയോട് പറയാനുള്ളത്. അതിൻ്റെയൊക്കെ തെളിവുകൾ ഓരോന്നും പറയേണ്ടതാണ്. ആവശ്യമുള്ളവരെ പരിശോധിക്കുക, ആവശ്യമുണ്ടെങ്കിൽ പറയുകയും ചെയ്യും. ഏതായിരിക്കട്ടെ, അതിന്റെ മറുപടി അതാണ്. അപ്പൊ അതുകൊണ്ടൊന്നും ഇപ്പൊ തൊട്ടാ വുളു മുറിയെന്നതിന് തെളിവാവുകയില്ല. ഈ പറഞ്ഞതൊന്നും അതിന്റെ തെളിവല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താന്ന് നോക്കട്ടെ. ഭർത്താവ് ഭാര്യ എന്നുള്ളത് അത്രമാത്രം അടുപ്പമുള്ള ബന്ധമാണ്. ഭർത്താവും ഭാര്യ അത്രമാത്രം അടുപ്പമുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ വുളു ചെയ്തുകൊണ്ട് ആ തൊടുക എന്നത് വൈകാരികമായിട്ടുള്ള ശഹ്വാനിയായ ചിന്തകൾ ഉണ്ടാക്കും.
അത് അന്യ സ്ത്രീകളെ തൊട്ടാലും ഭാര്യയെ തൊട്ടാലും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് അന്യ സ്ത്രീകളെയും ഭാര്യയും തൊട്ടാൽ വുളു മുറിയും എന്നത് പണ്ഡിതന്മാർ പറഞ്ഞു. ഇബാദത്ത് ആയ വുളു മഹത്തായ ഇബാദത്താണ്. അതിന് ഷഹ്വത്ത് എന്ന ആ കാര്യം അവിടെ യോജിച്ചതല്ല. അപ്പൊ ചിലര് പറയും ആയിഷ ബീവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചുംബിച്ചിരുന്നു എന്ന് ഹദീസില്ല. ആ ഹദീസ് ദഈഫാണ് എന്ന് എല്ലാ മൗലവിമാരും ഓർമ്മപ്പെടുത്തുന്നു. അത് ദഈഫാണ്, അതൊന്നും കൊണ്ട് തെളിവിന് ഇപ്പൊ കൊണ്ട് കൊണ്ടുവരണ്ട. നിങ്ങൾക്ക് ദഈഫ് ഒന്നും പറ്റൂലല്ല, നിങ്ങൾ ദഈഫ് തെളിവിന് കൊണ്ടുവരലില്ല. എന്നാൽ നമ്മക്കും ഇപ്പൊ തൽക്കാലം ഇപ്പൊ ആ ദഈഫ് വേണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിനൊക്കെ പണ്ഡിതന്മാര് കൃത്യമായ നബി ഇമാം ശറഹ് മദ്ഹബിൽ തന്നെ മറുപടിയും പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ മൗലവി എന്തൊക്കെ പറയുന്നുണ്ട്. ഭർത്താവ് തൊടുന്നത് കൊണ്ട് ഭാര്യയുടെ വുളു മുറിയുമെന്നോ അല്ലെങ്കിൽ ഭാര്യ തൊട്ടത് കൊണ്ട് ഭർത്താവിന്റെ വുളു മുറിയുമെന്നോ അത് ഇസ്ലാം ദീൻ പഠിപ്പിച്ചിട്ടുള്ള ആശയമല്ല. ഇസ്ലാം ദീന് പഠിപ്പിച്ചിട്ടുള്ള ആശയമല്ല. ഭാര്യ തൊട്ടാ ഭർത്താവിന്റെ ഒന്നു മുറിയുന്നു, ഭർത്താവ് തൊട്ടാ ഭാര്യന്റെ ഒന്നു മുറിയുന്നു. ഈ ലോക പണ്ഡിതന്മാരും ഇസ്ലാമിക വിരുദ്ധം പറഞ്ഞവരാണോ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കം ഇമാം അയിമ്മത്തുകള് 10,000-കണക്കിന് അയിമ്മത്തുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ അഭിപ്രായക്കാരാണ്. അവരൊക്കെ ഇസ്ലാം പഠിപ്പിക്കാത്ത ആശയം തോന്നിയതുപോലെ പറഞ്ഞതാണെന്നോ? ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് അവർ തെളിവ് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക. അവരൊന്നും ഇസ്ലാം ചെയ്യാത്തവരൊന്നല്ല. ഈ ഇവൻക്കാണ് ഇപ്പൊ തിരിഞ്ഞത്.